അപ്പം നമ്മൾ റോയൽ വാല്യൂ ട്രസ്റ്റിൻ്റെ നേരത്തെ പ്രീമിയം സെഗ്മെൻറ്റ് കണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് പഴയ നമ്മുടെ ആ ഒരു ഷോറൂമിലേക്കാണ്. ഞാൻ പറഞ്ഞില്ലായിരുന്നു അന്നേരം കുറേ വണ്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ അവരുടെ സ്പെയർ പാർട്സ് ഒന്നുകൂടെ സ്പെയർ പാർട്സ് സെഗ്മെൻ്റ് ഉണ്ട്. ആ ഒരു സെഗ്മെൻറ്റ് കുറച്ചുകൂടെ അവർ വിപുലീകരിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോക്കകത്ത് തന്നെ ഇടുന്നതായിരിക്കും. ഇവിടെ കുറേ ബേസ് മോഡൽ വണ്ടികൾ. ബേസ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എത്ര തൊട്ടാ പറഞ്ഞു? 10 രൂപ തൊട്ട് ഒരു 30 രൂപയ്ക്കകത്തല്ലേ? 10 രൂപ തൊട്ട് ഒരു 30 രൂപ 30 റേഞ്ചിനകത്ത് വണ്ടികൾ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. EMI അല്ല പറയുന്നത്, അതായത് ഒരു 15 മോഡലിന് താഴെയുള്ള വണ്ടികളാണോ? 2015 മോഡലിന് താഴെയുള്ള വണ്ടികൾ, ഒരു ഡിസ്കവർ, സ്പോർട്ട്, TVSന്റെ വണ്ടികൾ, പിന്നെ പൾസർ, പിന്നെ വിക്രാന്ത്, അങ്ങനെയുള്ള പല വണ്ടികൾ. ഇതിനകത്ത് EMI കിട്ടുന്ന വാഹനങ്ങളില്ലേ? ഇതിനകത്ത് EMI കിട്ടുന്ന ഒരു മോഡൽ ഇപ്പോൾ ഈ ഡിസ്കവർ 2017 ഫിനാൻസ് കിട്ടും. എത്ര രൂപ വരും? വണ്ടി മൊത്തം ഒരു 25 രൂപ 26 രൂപ ഉള്ളൂ. 7 രൂപ 8 രൂപ റേഞ്ച് അടച്ചു കഴിഞ്ഞാൽ വണ്ടി ഇറങ്ങി പോരും. 7000 രൂപ അടച്ചു കഴിഞ്ഞാൽ ഒരു 2000 രൂപ താഴെ 2000 താഴെ വരത്തുള്ളൂ. ആ റേഞ്ചിൽ വണ്ടി ഇറക്കുന്നു. അപ്പം ഇവിടെ കിടക്കുന്ന ഏകദേശം എല്ലാ വണ്ടികളും ഏകദേശം ഈ ഒരു ഡൗൺ പേയ്മെന്റും EMI ഒക്കെ അല്ലേ വരുന്നത്? ബൈക്കുകൾ പിന്നെ അത്യാവശ്യം നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന പ്രീ പബ്ലിഷ് ചെയ്ത് വെച്ചേക്കുന്ന വണ്ടികൾ കുറെ മേളിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം കാണിക്കാനായിട്ട് പോവാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് NS 220 അതുപോലുള്ള സാധനങ്ങളാണല്ലോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് കാണിക്കുന്നത്. അപ്പം അത് കാണിച്ചിട്ട് ഞാൻ താഴോട്ട് വന്നിട്ട് ഈ ബൈക്സ്, സ്കൂട്ടേഴ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു. ഇവിടെ കുറേ സ്കൂട്ടേഴ്സ് ഒക്കെ ഇരിപ്പുണ്ടല്ലോ. അങ്ങനെ പ്രീമിയം സെഗ്മെന്റ് ആണോ? പ്രീമിയം അല്ല, അത്യാവശ്യം നോർമൽ ടൈപ്പ് വണ്ടികളായിരിക്കുന്നത്. അതിനകത്ത് ഡിയോ ഉണ്ട്, ആക്സിസ് ഉണ്ട്, ആക്റ്റീവ് താഴെ റേഞ്ചിൽ ആക്റ്റീവ്. ക്യാമറ ആക്റ്റീവിലോട്ടൊന്ന് വിട്ടാരേ. 20 റേഞ്ച് താഴെ ആക്റ്റീവ് നമുക്ക് ഇരിപ്പുണ്ട്. നമുക്ക് 2012 മോഡലും 11 മോഡലും റേഞ്ചിൽ വണ്ടികളൊക്കെ നമുക്ക് 20 താഴെ ഉണ്ടല്ലേ. പിന്നെ ഡിയോ ഉണ്ട്, ഫസീനോ ഉണ്ട്. ഡിയോ, ഫസീനോ, ആക്സസ്, ജൂപ്പിറ്റർ നമുക്ക് ഒരെണ്ണം ഇരിപ്പുള്ളൂ. ജൂപ്പിറ്റർ കഴിഞ്ഞാണ് മൊത്തം ജൂപ്പിറ്റർ വണ്ടിയെല്ലാം ഇറങ്ങിപ്പോയി. ജൂപ്പിറ്റർ, ആക്സസ്, എൻഡോർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. എൻഡോർക്ക് എല്ലാം കൂടെ വണ്ടികളെല്ലാം പോയി. 1-2 ഇരിപ്പുണ്ടല്ലോ. നമുക്ക് വേറെ സൂപ്പർ സ്ക്വാഡും കാര്യങ്ങളൊക്കെ വേറെ ഇപ്പം പുതിയ സ്റ്റോക്ക് കയറിയതാ വണ്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന മെയിൻ വണ്ടികളെല്ലാം മേളിലാണ്. ഇതിന്റെ ഒരു റേറ്റ് ഒന്ന് പറഞ്ഞു വിട്ടേരെ മൊത്തത്തിൽ. ആക്സസ് ഒക്കെ ഒരു ബിലോ 40 റേഞ്ച് താഴെ എടുത്തു. ഡിയോ ഇരിക്കുന്നതും ഒരു 50 റേഞ്ച്. മോഡൽ കൂടിയതല്ലേ? മോഡൽ കൂടിയത് എല്ലാം ഫിനാൻസ് അവൈലബിൾ ആയിട്ടുള്ള വണ്ടികളാണ്. ഓക്കെ. പിന്നെ ഫസീനോ, പിന്നെ മാസ്റ്റർ ഇരിക്കുന്നത്. മാസ്റ്റർ എല്ലാം 40 റേഞ്ച് താഴെ വരുള്ളൂ. ഡൗൺ പേയ്മെന്റ് 10 ഒക്കെ വരുമോ? 10 രൂപ റേഞ്ച് ഒക്കെ അടച്ചാൽ പിന്നെ കസ്റ്റമറുടെ സിവിലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഫിനാൻസ്. പിന്നെ ആക്റ്റീവകൾ കുറവായിരിക്കും. ആക്റ്റീവയുടെ കാര്യം കൂടെ നമുക്ക് പ്രത്യേകിച്ച് ഇതൊക്കെ LED ലൈറ്റ് ഒക്കെ വരുന്ന മോഡൽ 2019 ഇതൊക്കെ ഒരു 50 രൂപ 55 രൂപ റേഞ്ചേ വരത്തുള്ളൂ. ഇത് നമുക്കൊരു 10 രൂപ റേഞ്ച് അടച്ച് ഇറങ്ങിപ്പോരും. ഇതൊക്കെ 2016 വണ്ടി. ഇതൊക്കെ ഒരു 35 രൂപ റേഞ്ചിൽ ഇറങ്ങിപ്പോരും. ഓക്കെ, ഇവിടെ വന്ന് നിങ്ങൾ വണ്ടി എടുക്കുക എന്ന് ഞാൻ പറയുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ പാർട്സ് ഇവിടെ റോയൽ സ്പെയർസ് എന്ന് പറയുന്ന സ്പെയർ പാർട്സ് കടയുണ്ട്, അവിടെ ഉണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും പാർട്സ് മാറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അന്നേരം ഒറിജിനൽ പാർട്സ് എടുത്ത് മാറി വെച്ച് ഇവർക്ക് തന്നെ വർക്ക്ഷോപ്പ് തേണ്ട അകത്തുണ്ട്. എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇവർക്ക് വർക്ക്ഷോപ്പ് കാര്യങ്ങളെല്ലാം അകത്തുണ്ട്. അതിൽ മാറി വെച്ച് ഇവർ തരുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും ടച്ച് ആൻഡ് പോളിഷോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരോട് നേരിട്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് മേളത്തെ വാഹനങ്ങളൊന്ന് നോക്കാം. അപ്പം ഗ്ലാമറിൽ നിന്ന് തുടങ്ങിയാലോ ഐശ്വര്യമായിട്ട്? എത്ര മോഡൽ വരുന്നത്? 2020 മോഡൽ ഗ്ലാമർ ആയിരിക്കുന്നത്. ഓക്കെ, FI മോഡൽ ഗ്ലാമറ പുതിയത്. അപ്പം ഫ്യൂൽ ഇഞ്ചക്ടർ വണ്ടിയാണ്. ഓടിയത് എത്ര കിലോമീറ്റർ? ഏകദേശം ഒരു 50 റേഞ്ച് അടുത്ത് കിലോമീറ്റർ ഓടി. 50 റേഞ്ച് അടുത്ത് ഓടിയതാണ്. FI വണ്ടിയാ. റഫ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാ. അത്യാവശ്യം ക്ലിയർ വണ്ടി. എഞ്ചിനൊക്കെ പക്കല്ലേ? എഞ്ചിനെല്ലാം പക്ക പെർഫെക്റ്റ്. നമുക്കിതൊരു 50 രൂപ 55 രൂപ റേഞ്ച്. സ്ക്രാച്ച് ഒന്നും അധികം വന്നിട്ടില്ല. ഇല്ല, വണ്ടി അത്യാവശ്യം റഫ്യൂസ് ആയ വണ്ടികളല്ല. നീറ്റ് കസ്റ്റമർ, സിംഗിൾ യൂസ്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടികളായിരിക്കുന്നത്. ഓക്കെ, എത്ര രൂപ വരുന്നത്? നമുക്കൊരു 50 രൂപ 55 റേഞ്ച് കൊടുക്കാം. EMI 10 രൂപ അടച്ചാൽ 10 രൂപ ഡൗൺ പേയ്മെന്റിൽ ഒരു എത്ര? ഒരു 3000 താഴെ അല്ലേ? 3000 താഴെ 2500 2600 റേഞ്ച്. 2600 EMI നിൽക്കും. ആ റേഞ്ചിൽ EMI 3 കൊല്ലത്തേക്ക് അല്ലേ? അപ്പോൾ അടുത്ത വണ്ടി പെട്ടെന്നോട്ടൊന്ന് പറഞ്ഞു പോവേ. NS 2019 ABS വരാത്ത മോഡൽ 75 രൂപ. ഓക്കെ, നോൺ ABS മോഡലാണ്. 2019 വെള്ള NS 75 രൂപ. വണ്ടി അതൊന്ന് കാണിച്ചു തരേ. 75 രൂപ അല്ലേ? ഒരു 15 രൂപ 20 രൂപ അടച്ച് നമുക്ക് ഇറങ്ങിപ്പോരും. 20 രൂപയ്ക്ക് ഇറങ്ങിപ്പോരും. അപ്പം അടുത്ത NSO? ഈ NS 2019 ABS വരുന്ന മോഡൽ. 80 രൂപ. ഓക്കെ, 27J. ഓക്കെ, 80 രൂപ വരുന്ന മോഡൽ. 80 രൂപ വരാത്ത മോഡൽ 75 രൂപ. 75 രൂപ. ഡൗൺ പേയ്മെന്റ് ഒക്കെ എന്നാ വരുന്നത്? ഏകദേശം 20 രൂപ റേഞ്ച്. 20 രൂപ അടച്ചു കഴിഞ്ഞാൽ സെയിം തന്നെ വരത്തുള്ളൂ. ഒരു 4 രൂപ താഴെ 3200 300 റേഞ്ചിൽ EMI കോസ്റ്റ് നിൽക്കും. ക്യാമറയ്ക്ക് ഇച്ചിരി മൂവ്മെന്റ് വേണേ. പിന്നെ 220 2018 എല്ലാവരും നോക്കി നടക്കുന്ന സാധനങ്ങളാണ്. നമ്മുടെ 65 നമ്മുടെ പ്രൈസ് കിടക്കുന്നത്. അവിടെ നമ്മളൊരു 220 കാണിച്ചില്ലായിരുന്നു? ബ്ലാക്ക് ആയിരുന്നു. ഒരു ബ്ലാക്ക്. ഇവിടെ വേറെ സ്റ്റോക്ക് ഔട്ട്. ഈ 2018 മോഡൽ നമ്മുടെ റേറ്റ് കിടക്കുന്ന 65. നമുക്ക് അതിനകത്ത് ഓഫർ പ്രൈസും കാര്യങ്ങളൊക്കെ കുറച്ച് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. ടാങ്കിന്റെ അവിടെയൊക്കെ സ്റ്റിക്കർ പൊളിച്ചാണ് ഞാൻ സ്ക്രാച്ച്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇത് നമ്മളിപ്പോൾ റീപബ്ലിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൾസർ 150. എന്താ ചെയ്തത്? ഇത് ഫുൾ പെയിന്റിങ്, ഫുൾ സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളെല്ലാം നല്ല ക്വാളിറ്റി പെയിന്റിങ് പരിപാടികളെല്ലാം ചെയ്തിട്ടുണ്ട്. വണ്ടി ഫുള്ള് വേണമെങ്കിൽ ഒന്ന് കയറി കാണിച്ചു തരേ. അതിലൂടെ കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതാണ് നമ്മുടെ ക്യാമറമാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഒന്നും തോന്നരുത്. അപ്പോൾ എത്ര രൂപ അതിനെ പൾസറിന്? ഇത് നമുക്കൊരു 55 രൂപയ്ക്ക് കൊടുക്കാം. 55 രൂപയ്ക്ക് ഫുള്ള് വർക്ക് ചെയ്ത് വെച്ചേക്കുന്ന വണ്ടിയാണ്. എത്ര അടയ്ക്കേണ്ടി വരും? ഇത് 10 രൂപ അടച്ചാൽ 10 രൂപ അടച്ചാൽ ഇറക്കും. ഒരു 3000 താഴെ അല്ലേ എനിക്കുള്ളൂ? 3000 ഒന്നും വരത്തില്ല. അത്ര കോസ്റ്റ് ഒന്നും വരത്തില്ല. 2600 2700 റേഞ്ചിൽ EMI.
അടുത്ത് ലോ ബഡ്ജറ്റ് പ്ലാറ്റിന ഇരിപ്പുണ്ട്, 200 ഇരിപ്പുണ്ട്. കാണിച്ചു തരാം ക്യാമറ ചേർന്ന് പുറകോട്ട്. 2021 മോഡലാണ്. ഇത് നമുക്കൊരു 48 രൂപ റേഞ്ച് കൊടുക്കാം. ഓക്കെ, 2021 മോഡൽ പ്ലാറ്റിന ആയിരിക്കുന്ന ഒരു 48 രൂപ റേഞ്ച് നമുക്ക് കൊടുക്കാം. 48 രൂപ. 2021 കിലോമീറ്റർ കുറവായിരിക്കുമല്ലോ. കിലോമീറ്റർ 36,000 കിലോമീറ്റർ ഓടിയതല്ലേ? 36. ഓക്കെ. C200 ഇപ്പം 12,000 കിലോമീറ്റർ ഓടി 2021 മോഡൽ വണ്ടി. ഓക്കെ, രണ്ടിൻ്റെ പ്രൈസ് തന്നെ വരുന്നത്? ഇതാകുമ്പോഴത്തേക്ക് ഒരു 50 രൂപ റേഞ്ച്, 48 രൂപ 50 രൂപ റേഞ്ചിൽ പ്രൈസ് നിൽക്കും പ്ലാറ്റിന. ഇതാണെങ്കിൽ നമുക്കൊരു 60 രൂപ റേഞ്ച് കൊടുക്കും. 60 രൂപ. CT 110X ആണ്. 110X അല്ലേ? 110X സസ്പെൻഷൻ അടിപൊളിയാണ്. സസ്പെൻഷൻ അടിപൊളിയാണ്. മോണോഷോക്ക് സസ്പെൻഷനാണ് വരുന്നത്. അത്യാവശ്യം മോണോ അല്ല, മറ്റേ സാധനം കുറച്ചുകൂടെ ഹൈറ്റ് ഉള്ളതുകൊണ്ടേ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. നമ്മുടെ ഒരു ഡബിൾ ഷോക്ക് കൂടുതൽ, ഡബിൾ ഷോക്കാണ് വരുന്നത്. സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ. ഇത് 2022 CT 22 110X. ക്യാമറ 110ലോട്ട് പോട്ടെ. 22 110X ആയിരിക്കുന്നത്. ഓക്കെ, ഇത് ഏകദേശം നമുക്ക് ആ ഒരു പ്രൈസിൽ തന്നെ കൊടുക്കാം. പറഞ്ഞ പ്രൈസിൽ തന്നെ ഇത് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പം ഇതിന്റെ ഒക്കെ അടവ് ഏകദേശം ഇതൊക്കെ ഒരു 10 രൂപ 12 രൂപയ്ക്ക് ആദ്യം അടച്ചാൽ മതി. EMI കോസ്റ്റ് ഏകദേശം ഒരു 2,600 താഴെ വരുള്ളൂ. ഓക്കെ, 3 കൊല്ലത്തേക്കാണ്. 3 കൊല്ലം. അപ്പം അടുത്തത് നമ്മുടെ യൂണിക്കോൺ ഇരിക്കുന്നത് 2017. നമ്മൾ ഫുൾ പെയിന്റിങ്ങും റീപബ്ലിഷ് ചെയ്ത് വെച്ചേക്കുന്ന വണ്ടി. നമ്മൾ ഫുൾ പെയിന്റിങ്, സൈഡ് പീസ് എല്ലാം നമ്മൾ അത്യാവശ്യം സാധനങ്ങളെല്ലാം ഇൻഡിക്കേറ്റർ നമ്മൾ ഇറക്കാൻ നേരം നമ്മൾ മാറ്റി ചേഞ്ച് ചെയ്ത് കൊടുക്കത്തുള്ളൂ. ഓക്കെ, ഓക്കെ. ഇത് നമുക്കൊരു 15 റേഞ്ചിലാണ് ഡൗൺ പേയ്മെന്റ്. എത്ര വില വരുന്നത്? യൂണിക്കോൺ അത്യാവശ്യം എല്ലാവരും മാർക്കറ്റുള്ള. നമുക്ക് ഇതിന് 72 രൂപ പ്രൈസ് എടുക്കുന്നത്. ഓക്കെ, വണ്ടിയിലോട്ടൊന്ന് കാണിച്ചു തരാം ക്യാമറ. അടുത്ത് നമ്മുടെ FC പറഞ്ഞിരിപ്പുണ്ട്. 2019 മോഡൽ വണ്ടി ഇരിക്കുന്നത്. 2019 FC. ഇത് നമുക്കൊരു 63 രൂപയ്ക്ക് കൊടുക്കും. 63,000. സിംഗിൾ ഓണർ വണ്ടിയാണ്. FC വേർഷൻ 3 ആയിരിക്കുന്നത്. ഓക്കെ, വേർഷൻ 3 അല്ലേ? സ്ക്രാച്ചും കാര്യങ്ങളൊന്നും അധികം ഇല്ലാത്ത വണ്ടിയാണ്. മാറ്റ് ഏകദേശം ഒരു മാറ്റ് ഫിനിഷ് അല്ലേ? എയർ ഭാഗവും വാട്ടർ ഭാഗം എല്ലാം പക്ക വണ്ടി ഇരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് ഇവിടെ ഒരു റേസർ ആർ ഇരിപ്പുണ്ട്. റേസർ ആർ ഹൈബ്രിഡ് വേർഷനാണ്. ഏറ്റവും പുതിയ മോഡൽ. 2021 ആയിരിക്കുന്നത്. പുതിയ പ്രൈസ് ഏകദേശം ഒരു 1,18 1,20 റേഞ്ച് ഉണ്ട്. വണ്ടിക്ക് പുത്തമ്പല ഇരിപ്പുണ്ട്. നമുക്ക് 75 രൂപ പ്രൈസിൽ നമുക്ക് ഹൈബ്രിഡ് ആണ്. വണ്ടിയിലോട്ട് ക്യാമറ ഓട്ടെ. ഹൈബ്രിഡ് ആയിരിക്കുന്നത് 2021 വണ്ടി ആയിരിക്കും. നമുക്ക് 75 രൂപ പ്രൈസിൽ നമുക്ക് പേര് മാറി കൊടുക്കാം. ഓക്കെ, ഓക്കെ. അപ്പം നമുക്ക് അടുത്തത് സൂപ്പർ സ്കോഡ് എഡിഷൻ എൻഡോർക്ക്. പെർഫെക്റ്റ് വണ്ടി ആയിരിക്കുന്നത്. സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ക നീറ്റ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ആയിരിക്കും സൂപ്പർ സ്ക്വാഡ്. എത്ര രൂപയാണ് ഇത്? നമുക്കൊരു 75 രൂപ പ്രൈസ്. 75 രൂപ പ്രൈസ്. ഡൗൺ പേയ്മെന്റ് എത്ര വരും? ഡൗൺ പേയ്മെന്റ് ഏകദേശം 15 രൂപ അടച്ചാൽ എൻഡോർക്ക് സൂപ്പർ സ്ക്വാഡ് ഇറക്കി തരാം. ഓക്കെ, വേറെ സ്ക്രാച്ചും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത വണ്ടി. ഏകദേശം ഒരു 3000 താഴെ നിൽക്കും അല്ലേ? 3000 താഴെ നിൽക്കത്തുള്ളൂ. പക്ക നീറ്റ് വണ്ടിയാണ്. അപ്പം നമുക്ക് ഇവരുടെ സ്പെയറിന്റെ കാര്യങ്ങളൊന്ന് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതൊന്ന് കാണിച്ചേക്കാം. കാണിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഇതുണ്ടോ താഴെ കുറേ വണ്ടി ഇരിപ്പുണ്ട്. ഇതാണ് ഇവരുടെ തന്നെ സ്പെയർ പാർട്സിൻ്റെ ഒരു എഡിഷൻ എന്ന് പറയുന്നത്. റോയൽ റൈഡേഴ്സ് സ്പെയർസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ തന്നെ, അതായത് ഈ ഷോറൂമിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ഈ ഒരു സംഭവം. ഇതും നമ്മുടെ റോയൽ ബജാജ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൻ്റെ, അതായത് ബജാജിൻ്റെ കോട്ടയത്തെ ഓതറൈസ്ഡ് ഡീലറായിട്ടുള്ള റോയൽ ബജാജ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൻ്റെ തന്നെയാണ് ഈ ഒരു സംഭവം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറിയിട്ട് മാക്സിമം കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്, ഒറിജിനലാണോ ഡ്യൂപ്പാണോ എന്നാന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഹൈ എന്നാ ഉണ്ട്? പേര് പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തിക്കോ കേട്ടോ. എൻ്റെ പേര് സെസിൽ. ഒന്നുകൂടെ പറഞ്ഞേരെ. സെസിൽ. അപ്പം എന്താണ് നമ്മുടെ ഈ ഒരു സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിപ്പോൾ നമുക്ക് 2 വീലറിൻ്റെ കംപ്ലീറ്റ് സ്പെയർ പാർട്സുകളുണ്ട്. അതുപോലെ 3 വീലറിൻ്റെ ടയർ, ഓട്ടോറിക്ഷയുടെ ടയർ. ഓട്ടോറിക്ഷ അത് 3 വീലറിൻ്റെ എന്ന് പറഞ്ഞാൽ ചെറിയ വണ്ടിയുടെ ഉണ്ട്. അതുപോലെ ആപ്പയുടെ എല്ലാവിധ 3 വീലറിൻ്റെ. അതെ. പിന്നെ കോമ്പാക്റ്റിന് വരുന്ന മോഡലും ഉണ്ട്. ഓക്കെ. 4 വീലറിൻ്റെ ഉണ്ടോ? 4 വീലറിൻ്റെ ഇല്ല. ഓക്കെ. എന്തുകൊണ്ട് വേറൊരു കടയിൽ പോകാതെ ഇവിടെ തന്നെ വന്നിട്ട് സാധനം വാങ്ങിക്കണം? നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ടല്ലേ? നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കാൻ പറ്റും. ഒറിജിനൽ പാർട്സ് ആണോ കൂടുതലും? ഒറിജിനലും ഉണ്ട്. നമുക്ക് 2 മോഡലും ഉണ്ട്. ഓക്കെ. ഒറിജിനലുണ്ട്. ഇനി അതിൻ്റെ കുറവ് വേണ്ടിയവർക്ക് അങ്ങനെ ഉണ്ട്. ഓക്കെ. അങ്ങനെ അതായത് ഒറിജിനലുണ്ട്, ഡ്യൂപ്പ് ഉണ്ടല്ലേ? അതെ. നമുക്ക് പാർട്സ് എല്ലാം കയറി ഒന്ന് കണ്ടാലോ? ആയിക്കോട്ടെ. ഓക്കെ. അപ്പോൾ ഹീറോയുടെ ഒക്കെ പാർട്സ് ഇരിപ്പുണ്ടല്ലേ? ഇത് ഹീറോയുടെ OE പാർട്സുകളുണ്ട്. ഒറിജിനൽ OE എന്ന് പറയാൻ കസ്റ്റമേഴ്സിന് മനസ്സിലാവണമെന്നില്ല. അതെ, ഒറിജിനൽ പാർട്സ് ഉണ്ട്. ഹീറോയുടെ ഉണ്ട്, ഹോണ്ട അതായിരിക്കുന്നു. ഹീറോ ഹോണ്ട ഉണ്ട്. പിന്നെ TVS എല്ലാ ബൈക്സിന്റെ ഉണ്ടോ? അതെ. അതായത് എല്ലാ ബൈക്സ് എന്ന് പറഞ്ഞാൽ സിംഗിൾ സിലിണ്ടർ വരുന്ന എല്ലാ. അതെ. റോയൽ എൻഫീൽഡ് കാര്യങ്ങളെല്ലാം ഉണ്ടല്ലേ? അതുണ്ട്. ഓക്കെ. ഏതൊക്കെ ബ്രാൻഡാണ് ഇവിടെ ഇല്ലാത്ത വല്ലതും ഉണ്ടോ? ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സിംഗിൾ സിലിണ്ടർ പറഞ്ഞാൽ മതി. സിംഗിൾ സിലിണ്ടർ അത്യാവശ്യം എല്ലാം ഉണ്ട്. ലോക്കൽ ആയിട്ട് കിട്ടുന്ന എല്ലാ സ്കൂട്ടേഴ്സിന്റെ ബൈക്സിന്റെ എല്ലാത്തിന്റെയും പാർട്സ് അല്ലേ? ഓക്കെ. ഇനി അഥവാ ഏതെങ്കിലും പാർട്സിന് ഡിലേ ഉണ്ടെങ്കിൽ എത്തിച്ചു തരും. നമുക്ക് എത്തിച്ച് കൊടുക്കാനും പറ്റും. അതുപോലെ തന്നെ ഇവരുടെ ഈ സ്പെയർ പാർട്സ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണം കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരുടെ താഴെ കിടക്കുന്ന കുറേ ബൈക്സ് ഉണ്ട്. ആ ബൈക്കുകളെല്ലാം നിങ്ങൾക്ക് വിൽക്കുമ്പോൾ നോക്കിയും കണ്ട് പാർട്സ് എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ ഇവരുടെ കയ്യിൽ നിന്ന് തന്നെ പാർട്സ് വാങ്ങിച്ചിട്ടുണ്ട് പോകും അല്ലേ? അപ്പോൾ ഇനി മൊത്തത്തിലൊന്ന് പറഞ്ഞ് നമുക്കൊന്ന് പരിചയപ്പെടാം പാർട്സിൻ്റെ കാര്യങ്ങളുണ്ട്. നമുക്കിതിപ്പം പല കമ്പനിയുടെ സാധനങ്ങൾ ഇരിപ്പുണ്ട്. ഒറിജിനൽ അല്ലാതും ഉണ്ട്. വറോക്ക് ഉണ്ട്, പിക്സ് ഉണ്ട്,
അത്യാവശ്യം ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ. അതെ അതെ അതെ. ഓക്കെ. പിന്നെ അങ്ങനെയുള്ള മിൻഡയും ബറോക്കുമാണ് നമുക്ക് കൂടുതലും ഉള്ളത്. പിന്നെ വേറെ പറയുന്നത് റെഡ് ഹോഴ്സ് ഉണ്ട്. ആ, നമുക്ക് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം നല്ല രീതിയിൽ ഡിസ്കൗണ്ട് കൊടുക്കാം. അതായത് ഒരു ബൈക്കിന് വരുന്ന ജെന്യൂൻ ആയിട്ടുള്ള പാർട്സ്, അതായത് എഞ്ചിൻ കമ്പോണൻസ് അല്ലാത്ത കമ്പോണൻസ് അത് മാത്രമേ ഉള്ളൂ, അതോ എന്തെങ്കിലും മോഡിഫൈഡ് അഡീഷണൽ സാധനങ്ങളൊക്കെ ഉണ്ടോ? മോഡിഫൈഡ് സാധനങ്ങൾ നമുക്ക് ഇവിടെയല്ല, നമുക്ക് താഴെ വേറൊരു കടയുണ്ട്. ഓക്കെ, അവിടെ മോഡിഫൈഡ് സാധനങ്ങളെല്ലാം. ഓക്കെ, ആ കട അടുത്ത ദിവസം തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം എന്തായാലും താങ്ക് യു ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നതിന്. എന്തെങ്കിലും പ്രേക്ഷകരോട് പറയാനുണ്ടോ ഇനി? ഇല്ല, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കുക. നമുക്ക് ഇവിടെ ആണെങ്കിൽ ഒരു 10% മുതൽ 40% വരെ ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഇവിടെ ഉണ്ട്. 40% വരെ ഡിസ്കൗണ്ട് ഉണ്ട്. അതെ അതെ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിയത്? കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം കസ്റ്റമറിലേക്ക് എന്നാ പറയുന്നത്, വലിയ എമൗണ്ട് ഇല്ലാതെ സാധനങ്ങൾ കൊടുക്കുക. ഓക്കെ. പിന്നെ നമുക്കും അതൊത്തിരി ഇതാണ്. ഇവിടെ വണ്ടികളുണ്ട്, നമുക്കും അങ്ങനെ ഒത്തിരി ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പം ഇവരുടെ അടുത്ത് നിന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിലൊരു ഫാക്ടറി പോലെയാണ് സാധനം. അതായത് വണ്ടിയുണ്ട്, വണ്ടി പണിത് തരാൻ ആളുണ്ട്, പെയിൻ്റ് അടിക്കാൻ ആളുണ്ട്, അതുപോലെ തന്നെ ഇവിടെ പാർട്സ് എല്ലാം അവൈലബിൾ ആണ്, സ്റ്റിക്കേഴ്സ് എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾ നേരെ വരിക, വണ്ടി എടുക്കുക, ഓടിക്കുക, അല്ലേ? അതെ അതെ, വേറെ ടെൻഷനൊന്നുമില്ല. ഇല്ല. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഞാൻ നിർത്തുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കുറേ ലെങ്ത് ആയിട്ടുണ്ട്. അപ്പം അടുത്തൊരു വീഡിയോയിൽ ഈ താഴെ ഇരിക്കുന്ന കുറേ ബൈക്സ് ഇല്ലായിരുന്നു, നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിട്ടിട്ട് പോയത്. ആ ബൈക്സ് എല്ലാം നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പം ദിസ് ഈസ് ഓട്ടോഗ്രാഫർ മല്ലു സൈനിങ് ഓഫ് ഫ്രം ദിസ് വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.